അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ ഡേയ്സ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ഷെസുമോനിക്ക് 2 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ എണീറ്റ് ഓന് ഇക്കാൻ്റെ കൂടെ ലോറിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇക്കാൻ്റെ കൂടെ ലോറിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എത്ര അവിടെ നിന്ന് എടുക്കാൻ നോക്കിയിട്ടും അവനെ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ദാ ഇക്ക പുറത്തൊക്കെ പോയി ലോഡൊക്കെ എടുത്ത് വന്നതിന് ശേഷം ദാ ഷെസൂട്ടനെ കുളിപ്പിച്ച് മാറ്റിച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അവൻ ഇക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ ഡ്രസ്സാണ് കേട്ടോ അവന് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇടുന്നത്. ഇത് അവൻ്റെ പപ്പ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ്. ഡ്രസ്സ് മാറ്റാൻ ഇക്കാനെ നല്ലോണം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ അവൻ്റെ പിന്നാലെ നടന്നതാണ്, പക്ഷേ എന്നിടാൻ അവൻ സമ്മതിക്കാനല്ല. ഡ്രസ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഒറ്റ ഓട്ടാവും കേട്ടോ. പിന്നെ വെത്തല ഓടി പിടിച്ചിട്ട് വേണം അതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാഷാഅല്ലാഹ് അന്നേക്കും എനിക്ക് 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ജൂലൈ 20-നായിരുന്നു ബർത്ത്ഡേ. 2 ദിവസമായിട്ടുണ്ടാവും വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും. കാരണം എഡിറ്റ് ചെയ്യാനുള്ള മടിയല്ല, അതൊന്നുമല്ല. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും ഞാൻ വല്ലാണ്ട് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ ഷോർട്ട് വീഡിയോ മാത്രമേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മൂഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പക്ക പോയിട്ടുള്ള ഒരു കാലമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ആദ്യമൊക്കെ ഡെയിലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ. ഇതിനായിട്ട് വീഡിയോ ഇടണം അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു. ഇപ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ഇങ്ങനെ വീഡിയോസും ലാഗാവുന്നുണ്ട്. നമുക്ക് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇങ്ങനെ മടിയായി തുടങ്ങുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ഇക്കയുടെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കൽ. അപ്പോൾ ഇക്കപ്പയും പുറത്താവും. അപ്പം നമുക്ക് വിചാരിച്ച പോലെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതാണ് കേട്ടോ മെയിൻ പ്രോബ്ലം. അപ്പം അങ്ങനെ അതാ മാറ്റിലൊക്കെ കഴിഞ്ഞോന് അപ്പൊക്കതാ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഓനിക്ക് അവൻ്റെ ആപ്പ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു കുട. അപ്പോൾ ആ കുട കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ആൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കുടയ്ക്ക് വേണ്ടിയിട്ട് തിരക്കൂടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ കുട എവിടെയെങ്കിലൊക്കെ ഓപ്പണാക്കി വെച്ചാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഒന്ന് കരയൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ കുട കിട്ടിയ പാടെ അതാ നേരെ പോണ് പുറത്തേക്ക് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണല്ലേ, നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ ഭയങ്കര എന്താ പറയുക ഫേസിലൊക്കെ ഇങ്ങനെ കാണാം ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയണത് അല്ലേ. അങ്ങനെ ഇതാ ഓൻ പുറത്തിറങ്ങിയ സമയത്ത് മഴയൊക്കെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പുറത്തൊക്കെ ഇറങ്ങി ആകെ നെളിയൊക്കെ കൊഞ്ചുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിക്കോളി. നമ്മുടെ വീഡിയോ തുടരെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓളെന്ന ഓപ്ഷനും കൂടെ എനാബിൾ ചെയ്യട്ടെ. അപ്പം നമ്മുടെ എല്ലാ അപ്ഡേഷൻസും എന്ത് ചെയ്യും നിങ്ങളിലേക്ക് എത്തണമാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, സപ്പോർട്ടൊക്കെ ആക്കുക കേട്ടോ. ഒരു കൂടെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നമുക്കറിയാം കേട്ടോ എത്രത്തോളം ഹാപ്പിനെസ് ആ ഫേസിലുണ്ട് എന്നുള്ളത്. പിന്നെ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ വല്ലാണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ടൊന്നും കഴിക്കണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു കേക്ക് കൊടുത്തിട്ട് കട്ട് ചെയ്യണം അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ആളിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതാണ്. എത്ര അകത്ത് കയറാൻ പറഞ്ഞിട്ടും വരാൻ പറഞ്ഞിട്ടും ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. നമുക്ക് രാജ്യം തന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിധം പിടിച്ച് നമ്മൾ അകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ അവന് ഫുള്ള് ഈ ഒരു സൈക്കിളിലാണ് കേട്ടോ. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് തന്നെയാണ്. ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. പുറത്താരോ വന്ന് ബെല്ലടിക്കുന്നുണ്ട്. ഒരു ഓട്ടോ ആയിരുന്നു. അങ്ങനെ ആ ഓട്ടോക്കാരനെ ഒരു സൈക്കിൾ ഇവിടെ എടുത്ത് വെച്ചിട്ട് എന്താ പറയുക ഇവിടേക്കുള്ളതല്ലേന്ന് ചോദിച്ചപ്പോൾ ഏട്ടാ നമ്മളിങ്ങനെ ഒരു സൈക്കിൾ ഇവിടെ ഓർഡർ ചെയ്ത് തന്നെ അറിയണത്. ഇത് എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് ഓർഡർ ചെയ്തതായിരുന്നു. എനിവേ താങ്ക് യു. ഓനത് കിട്ടിയ സമയത്തുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇക്ക അവന് മിഠായിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം കടയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ. എനിക്ക് മിഠായി രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ആ പാക്കറ്റൊക്കെ എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-മത്തോ 3-മത്തോ ഒക്കെയാണ് മിഠായി കഴിക്കണത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്തു, ആൾ പുറത്തിറങ്ങി മയത്ത് കളിച്ച് അവിടെ വൈക്കി വീണ് ആദ്യമായിട്ട് ഡ്രസ്സൊക്കെ ചളിയായി. പിന്നെ 2-മത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വാഷ് ചെയ്ത് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയിട്ട് ഇവിടെ വെച്ചതാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് ഇക്ക വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. മറ്റേത് രണ്ടും ഇക്കയുടെ ഉപ്പ അവന് ഗിഫ്റ്റ് ചെയ്തതാണ്. അംബ്രല്ല എന്താ പറയുക അവൻ്റെ ആപ്പാപ്പ അവന് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ ഡ്രസ്സ് അയക്കാക്കി അത് എന്താ പറയുക അലക്കാട്ടിട്ടു. 2-മത്തെ ഇട്ട് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. വലിപ്പമുണ്ടോ എന്തായതാണെന്ന് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആൾ വീണ്ടും ഇന്നിപ്പോൾ എന്താ പുതിയ ഡ്രസ്സൊക്കെ ഫസ്റ്റ് ഒന്ന് ഇട്ട് 2-മത്തെ ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്നുള്ളൊരു ഫേസൊക്കെ മുഖത്തുണ്ട് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ കുറേയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ സംഭവം തിരിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഓന് വിചാരിക്കുന്നുണ്ടാവും ഒറ്റ ദിവസം ഇല്ലാത്തൊരു ഓഫർ, പുതിയ ഡ്രസ്സ്, മിഠായി, എന്താ അപ്പോൾ ഇത് എന്നും ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിലല്ലേ. അങ്ങനെ അതാ അവൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും ആൾ സമ്മതിക്കില്ല. മാറ്റിക്കഴിയാൻ നേരെ പുറത്തേക്ക്. അതാണ് ഓൻ്റെ ഒരു മൈൻഡ്. പുറത്തിറങ്ങണം ഈ ഒരു മൈൻഡ് മാത്രമാണ് കേട്ടോ. നേരെ അതാ പോണ്. പിന്നെ ആ കോസ്റ്റ്യൂം കുറച്ച് വലിപ്പം ആയതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് വേറൊരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഉമ്മ എടുത്ത് കൊടുത്തതായിരുന്നു. ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ആൾ ഒട്ടും എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി പുറത്തുനിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടാണ് ഈ കരച്ചിലൊക്കെ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന് വിചാരിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഭയങ്കര വാശിയാണ്. അതാണ് ഇപ്പം നടന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് കേട്ടോ ആരോ ബെല്ലൊക്കെ അടിച്ചത്. അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഉമ്മയും അനിയത്തിമാരും കൂടി നമ്മളറിയാതെ കേക്കും ഡ്രസ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സർപ്രൈസ് വിസിറ്റ് എന്ന് തന്നെ പറയാം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സ് ഞാനൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഉപ്പ പോന്നിട്ടില്ല. അവരൊരു ഓട്ടോ വിളിച്ചിട്ട് ഉമ്മയും അനിയത്തിമാരും കൂടെ പോകുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവർ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വരവരുന്നായിരുന്നു കേട്ടോ അവരിത്. അങ്ങനെ അവനൊരു അടിപൊളി ഡ്രസ്സും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് സുഖമില്ലാണ്ട് കെടുത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനെ എന്താ പറയുക ചെറിയ രീതിക്ക് തന്നെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ചെറിയ വലിയ രീതിയിൽ നിന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ കേക്ക് കട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നാത്തൂൻ്റെയും കുട്ടികളെ ഒരു കുറവും അതേപോലെ താത്താൻ്റെ കുട്ടികളെയും കുറവും അതുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നാത്തൂനെയും കുട്ടികൾക്കും പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വേറെ സ്ഥലം വരെ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊക്കെ ഇങ്ങോട്ട് വരാത്തതിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ തലേന്ന് തന്നെ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ചോക്കോ റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മ്യൂസിക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ കുറേയൊക്കെ പറയാം. അതിന് നല്ലത് മ്യൂസിക് കൊടുക്കില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മ്യൂസിക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കയും മോനും സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഷെസുവിന് തീരെ ക്ഷമ എന്ന് പറയണതില്ല. എനിക്ക് പെട്ടെന്ന് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആകെ തിരക്ക് കൂടിയിട്ട് അലമ്പാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്കും കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷെസുദാ മുന്നിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ.
പിന്നെ അവർ പോയി. അതിനുള്ള കരച്ചിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവന് ആദ്യം തന്നെ ഓട്ടോയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക അവിടെ നിന്ന് എടുത്തതാണ്. അതിന് വേണ്ടിയിട്ട് കുറേ ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള വീട്ടുകാർക്ക് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പൊതികളൊക്കെ ആക്കിയിട്ട് മിഠായി ഓരി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മിഠായി ഒരിക്കലൊക്കെ ഇവിടെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നാത്തൂനും കുട്ടികളും വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ എന്ത് ചെറിയൊരു പരിപാടി നടക്കുകയാണെങ്കിലും അവരില്ലാതെ നമ്മൾ ഒന്നും നടത്തലില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ മാഷാ അല്ലാഹ് അത്ര പെട്ടെന്നാലേ മോനിക്ക് 2 വയസ്സായതൊട്ടും എന്താ പറയുക നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയൂല. കാരണം നമുക്ക് എന്നും ഒരു ചെറുതനല്ലേ, 2 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഇത്ര പെട്ടെന്നൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് ആലോചിക്കുന്നത്. ഇതാ മിഠായി എല്ലാവരും ഓരോ പൊതികളാക്കിയിട്ട് നമ്മൾ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷിസുവിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഉമ്മ അവനും കൊണ്ട് ഈ മിഠായിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റിൻ്റെ ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക പൊറാട്ടയും അതേപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പകുതി അതിന് ശേഷം വീഡിയോ എടുക്കാനുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഇതുപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ, ആമീൻ. നിങ്ങളെല്ലാവരും അവനക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.